ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഡി മണിക്ക് പങ്കില്ലെന്ന് SIT അന്വേഷണ സംഘം. സ്വർണ്ണമോഷണവുമായി മണിക്ക് ബന്ധമില്ല. ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് SIT ഇക്കാര്യം അറിയിച്ചത്. ഷീജ ചേരുകയാണ്. ഷീജ, എന്തൊക്കെയാണ് വിശദാംശം? ഷമ്മി, ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് തിങ്കളാഴ്ചയായിരുന്നു SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ടിനുള്ളിലാണ് നിലവിൽ ഡി മണിക്ക് ഈ കേസുമായി സ്വർണ്ണമോഷണവുമായി ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തെളിവുകളും നിലവിൽ അന്വേഷണത്തിൽ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ SIT ഇപ്പോൾ ഡി മണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIT രണ്ട് ഘട്ടങ്ങളിലായി ഡി മണിയെയും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്തിരുന്നു. ചെന്നൈയിലും ദിണ്ടിഗലിലും വെച്ചായിരുന്നു ആ ചോദ്യം ചെയ്യൽ, ആദ്യഘട്ട ചോദ്യം ചെയ്യൽ നടന്നത്. അതിനുശേഷം ഇവിടെ തിരുവനന്തപുരത്തെ ഇഞ്ചക്കൽ ഓഫീസിലേക്കും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടി ഉണ്ടായിരുന്നു. അതിലും കാര്യമായ തെളിവുകൾ ഒന്നും തന്നെ ഡി മണിക്കെതിരെ ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലും ഡി മണിക്ക് ഇതുമായി ഈ ഒരു സ്വർണ്ണമോഷണ കേസുമായി ബന്ധമില്ല എന്നുള്ളൊരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ഷമ്മി, ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്.